സത്യത്തിൽ പുറത്തെ കാര്യങ്ങൾ ജാസ്മിൻ അറിഞ്ഞപ്പോ ജാസ്മിൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറും കള്ളമായിരിക്കണേ, ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കണേ എന്നിങ്ങനെ ജാസ്മിൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുകളിൽ നിന്നൊരു വിളി വന്നത്, നമ്മുടെ ബോസേട്ടന്റെ. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ കേട്ടെ, ഒമാര് ഗെയിം പ്ലാനൊക്കെ ഇറക്കിക്കളയും. അതുകൊണ്ട് വിശ്വസിക്കുന്ന വേണ്ടെന്നുള്ള നിങ്ങളെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് തീരുമാനിക്കാം മക്കളെ എന്നൊരു കാര്യം പറഞ്ഞപ്പോ ജാസ്മിന് ആശ്വാസമായി. അതായത് ജാസ്മിന്റെ മനസ്സിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാൽ മതി. അതായത് ചിലപ്പോൾ ഇത് ഗെയിം പ്ലാൻ ആയിരിക്കും. അങ്ങനെ ജാസ്മിനെ ആശ്വസിപ്പിച്ചതാണ് പിന്നീട് സീക്രട്ട് ഏജന്റിനുള്ള നോമിനേഷൻ ആയിട്ട് മാറിയത്. വല്ല കാര്യവുമുണ്ടോ ജാസ്മിനെ സഹായിക്കാൻ പോയി ശരീരത്തിൽ കരി പുരണ്ട അവസ്ഥയിലാണ് സീക്രട്ട് ഏജന്റ്. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പിന്നീട് രാത്രി നമ്മുടെ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആരെന്തൊക്കെ പറഞ്ഞാലും ഗബ്രി നിന്നോടുള്ള സ്നേഹം ഉണ്ടല്ലോ, ഒരു തരി പോലും കുറയില്ലടാ. അത് അത്രയും സ്ട്രോങ് ആണ്. എടാ, നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞ എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം എന്റെ കണ്ണിൽ അത് വരും ഇടയ്ക്ക്.